ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെൽഡേ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ് നോക്കുന്നത്. ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള എനർജിയാണ് നോക്കുന്നത്. നോക്കാം. മൂന്ന് കാർഡ് നിങ്ങളുടെ എനർജി ആയിട്ട് വെക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നില്ല. കാർഡ് ഷഫിൾ ചെയ്തതിന് ശേഷം ഞാൻ നോക്കുന്നുള്ളൂ. മൂന്ന് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിട്ട് നോക്കുന്നു. നിങ്ങളുടെ എനർജി എടുത്തു കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു കാർഡും കൂടി എടുക്കട്ടെ. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരുടെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എനർജി കാർഡ് എടുക്കുകയാണ്. അതും ഞാൻ നോക്കുന്നില്ല, ഇവിടെ വയ്ക്കുകയാണ്. ഇനി ഓരോ കാർഡ്സായിട്ട് വായിക്കുകയാണ്. ആദ്യം നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ ബന്ധത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. ഇവിടെ എൻചാൻറ്റഡ് വിസ്പർ എന്നാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് പ്ലാൻ എഹെഡ്, സ്വീറ്റ് അലേഴ്സ്. നിങ്ങളുടെ എനർജിയാണ് ഈ മൂന്ന് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കീപ് പെഡലിംഗ്, ഹാർമണി, ബേണിംഗ് ബ്രൈറ്റ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനത്തെയും നിങ്ങളുടെ പേഴ്സൻ്റെ തീരുമാനത്തെയുമാണ് ഈ കാർഡ്സ് പറയുന്നത്. ഇവിടെ രണ്ടുപേരുടെയും എനർജി നോക്കുമ്പോൾ കൺട്രോൾ എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്ന കാർഡ് പറഞ്ഞിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയും പറയാം. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ബോത്ത് ആക്ഷൻ ആൻഡ് ഇമോഷൻസ്, സ്റ്റെപ്പിംഗ് അപ്പ്, സ്റ്റിയറിംഗ്. ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തി, രണ്ടുപേരുടെ എനർജിയാണ് നോക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്ക്, വികാരങ്ങൾക്ക് ഇപ്പോൾ രണ്ടുപേരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അവരും പറഞ്ഞിട്ടുള്ളതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളിൽ രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ വാക്കോ പ്രവൃത്തിയോ രണ്ടുപേരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം രണ്ടുപേരെ ഏറ്റെടുക്കുന്നുണ്ട്. കൺട്രോൾ വരുന്നുണ്ട്. കുറേ കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സെപ്പറേഷൻ വരാൻ കാരണം എന്തു തന്നെ ആയാലും ആ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാകുന്ന നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സ്റ്റെപ്പിംഗ് അപ്പ്, സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു പടികളായിട്ട് കയറുന്നു എന്നാണ്, മുന്നോട്ട് എന്നാണ്, സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ്. കാരണം ഓരോ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റും ശരിയും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ തെറ്റുകൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നതായിട്ടാണ് ഫൈനൽ കാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ എനർജി, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ് നോക്കുന്നത്. എൻചാൻറ്റഡ് വിസ്പർ, listen to your heart and take a chance on love. Wonder, dreams, promise. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഒരു അവസരം എടുക്കാൻ യൂണിവേഴ്സ് പറയാണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്, ഒരു ചാൻസ്. അത് അവർക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഇനി സെക്കൻഡ് കാർഡ് പറയുന്നത് പ്ലാൻ എഹെഡ് എന്നാണ്. പ്രിപ്പയർ ഫോർ എ റെയിനി ഡേ ആൻഡ് സ്റ്റേ ഫ്ലെക്സിബിൾ, അഡാപ്റ്റ്, ഫോർസൈറ്റ്, ഇൻവെസ്റ്റ്. മഴക്കാലത്തിനായിട്ട് തയ്യാറാകൂ, വഴക്കമുള്ളവരായിട്ടിരിക്കൂ എന്ന് പറയുന്നു. അതായത് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത്. ഇത്രയും നാളും നിങ്ങളും അവരും സെപ്പറേഷൻ വന്നിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്.
വേദനയെ ശമിപ്പിക്കാനായിട്ട്, ആ ഒരു പെയിനെ ശമിപ്പിക്കാനായിട്ട് ഈ ഒരു മഴയ്ക്കേ സാധിക്കുള്ളൂ, നിങ്ങളുടെ പേഴ്സണെ സാധിക്കുള്ളൂ, അവരുടെ തിരിച്ചുവരവിനെ സാധിക്കുള്ളൂ എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർക്ക് ഒരു ചാൻസ് കൊടുക്കാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം, അല്ലേ? സ്വീറ്റ് അലേഴ്സ്, എംബ്രേസ് ദി അൺനോൺ ആൻഡ് ലെറ്റ് ലവ് ബ്ലൂംസ് ഓൺ ഇറ്റ്സ് ഓൺ. മിസ്റ്ററി ബിലീവ്സ്, ലെറ്റ്സ് ഗോ. അജ്ഞാതമായതിനെ സ്വീകരിക്കാൻ പറയുന്നു. അത് സ്വീകരിക്കുന്നതിനേക്കാൾ മുൻ നിങ്ങൾ ചെയ്യേണ്ടത് സ്വയം സ്നേഹിക്കുക എന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് സെൽഫ് ലവ് ആണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. സെൽഫ് ലവ് ചെയ്യുക, എന്നിട്ട് അജ്ഞാതമായതിനെ, നിങ്ങളുടെ പേഴ്സണെ സ്വീകരിക്കാൻ തയ്യാറാകൂ, വെയിറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാകൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു ചാൻസ് അവർക്ക് കൊടുക്കൂ. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്താൻ തന്നെയാണ് ഫൈനലായിട്ടുള്ള കാർഡ് പറയുന്നത്, കൺട്രോൾ എന്ന് പറയുന്ന കാർഡ് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ്, അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. 3 കാർഡ്സിൽ ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്, ഓക്കെ, ആദ്യം കിട്ടിയിട്ടുള്ളത് കീപ് പെഡലിംഗ് എന്നാണ്. മൂവ് എഹെഡ് ഡിസ്പൈറ്റ് എനി ഒബ്സ്ട്രാക്ട്സ് ദാറ്റ് അറൈസ്. വെഞ്ചർ, എക്സ്പ്ലോർ, ഫോർജ്. എന്ത് തടസ്സം ഉണ്ടായാലും മുന്നോട്ട് പോവുക എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അവരും സെപ്പറേഷനിൽ വരാൻ കാരണം നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ ഇടപെടലുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അപ്പോൾ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു, മുന്നോട്ട് എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം. ഹാർമണി, ബീയിങ് ഇൻ ട്യൂൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ഗെറ്റിംഗ് അലോങ്. ഗുഡ് റെപ്പോർട്ട്, ഈസി ഗോയിങ്. പരസ്പരം ഇണങ്ങി ജീവിക്കുകയും ഒത്തുചേരുകയും ചെയ്യുക എന്നാണ് കാർഡ്സ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഹാർമണി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള നല്ലൊരു ജീവിതത്തെ അവർ സ്വപ്നം കാണുന്നു എന്ന് തന്നെയാണ്, ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഇണങ്ങി ജീവിക്കാനായിട്ട്, ഒരു കുടുംബമായിട്ട് ജീവിക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു, അവർ ഇഷ്ടപ്പെടുന്നു, അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു സ്വപ്നത്തിലേക്ക്, ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവരെത്തുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ബേണിംഗ് ബ്രൈറ്റ്, സ്റ്റോക്ക് പാഷൻ ടു കീപ് ദി ഫ്ലെയിം ഓഫ് ലവ് അലൈവ്. ഇൻറ്റിമസി, സ്പാർക്സ് വാംത്ത്. അപ്പോൾ നിങ്ങളോട് തോന്നുന്ന ഒരു സ്പാർക്കിനെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിൻ്റെ ജ്വാല നിലനിർത്താനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ആ ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ ഫൈനലായിട്ടുള്ള കാർഡ് കൺട്രോൾ കിട്ടിയിട്ടുള്ളത്. ഇവിടെ തീരുമാനം നിങ്ങളുടെയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രപഞ്ചം അനുഗ്രഹിക്കട്ടെ. തെറ്റുകൾ വന്നിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. കാർഡ്സ് നോക്കുകയാണ്. ഒറക്കിൾ ഡെക്ക് വായിച്ചു കഴിഞ്ഞു. ഇനി ടാരോ കാർഡാണ് നോക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. 9 of Wands, അത് റിവേഴ്സ് ആണ്. Six of Cups റിവേഴ്സ് ആണ്. Strength, Ten of Wands, Fool, Two of Pentacles, Eight of Wands. Nine of Wands റിവേഴ്സ് വന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കേണ്ടത്? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓൾഡ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിൽ വരാൻ കാരണം മറ്റുള്ള വ്യക്തികളെ അവർ അമിതമായി വിശ്വസിച്ചത് കൊണ്ടാണ്.
നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അവിടെയാണ് നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷന് സാഹചര്യം ഉണ്ടായിട്ടുള്ളത്, ഒരു ബാറ്റിൽ, ഒരു യുദ്ധം, വാക്കുതർക്കം ഉണ്ടായിട്ടുള്ളത് എന്ന് കാർഡ്സ് പറയുന്നു. അവർ ട്രാപ്പിലായി പോയി എന്നവർ ചിന്തിക്കുകയാണ്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ തന്നെയാണ് അവരെ ആ ഒരു ട്രാപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അവിടെ അവർ സ്വയം ബൗണ്ടറീസ് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിൽ നിന്നും ഒരു കൈകളും ദൂരേക്ക് അവർ മാറിയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ തെറ്റുകൾ മനസ്സിലാവുന്നുണ്ട്, ട്രാപ്പിലായി പോയി എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. 6 ഓഫ് കപ്സ് റിവേഴ്സ് വന്നത് ആ ഒരു സമയത്ത് അവരുടെ ഇമോഷൻ എന്ത് സംഭവിച്ചു എന്നാണ്. പാസ്റ്റില് അവരുടെ ഇമോഷന് സ്റ്റക്ക് എനർജിയാണ് ഉണ്ടായിട്ടുള്ളത്. തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ അവർ പോയി. ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല, ആക്ഷൻ എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ ഫോർഗീവ്നെസ് ആണ് കാണിക്കുന്നത്. അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നവർ തിരിച്ചറിയുന്നു, നിങ്ങളോട് മാപ്പ് ചോദിക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ടാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ മാറിപ്പോവാനായിട്ടുണ്ടായ എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കോ പ്രവൃത്തിയോ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. റിഗ്രറ്റ് ആണ് കാണിക്കുന്നത്. കുറ്റബോധമുണ്ട്, അവർ ചെയ്ത തെറ്റില് അവർക്ക് കുറ്റബോധമുണ്ട്. അതിനുശേഷം അവരിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് കറേജ്, സ്ട്രെങ്ത് കാർഡ്. നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാകാം അവരിലേക്ക് ഒരു കറേജ് വന്നിട്ടുള്ളത്, എനർജി വന്നിട്ടുള്ളത്, ഒരു സ്ട്രെങ്ത് വന്നിട്ടുള്ളത്. അവരൊരു ഹീലറാണെന്ന് പറയുന്നു. അവരുടെ കരിയർ ആവാം, മെഡിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രേസ്ഫുൾ ലീഡർഷിപ്പ് എന്നാണ് പറയുന്നത്. അവർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കാർഡ് പറയുന്നത്. ഒത്തിരി പേര് അവർക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ പൊസിഷനെയാണ് കാർഡ്സ് പറയുന്നത്. ഇന്ന് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാമെന്ന് കാർഡ്സ് പറയുന്നു. ഒരു കംപ്ലീഷൻ നിങ്ങളിലേക്ക് വരികയാണ്. തെറ്റ് തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കറേജ് എടുത്തുകൊണ്ട് വരികയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഒരു ലയൺ, ഒരു സിംഹത്തെ പോലും അനുനയിപ്പിച്ച് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് കിട്ടിയിട്ടുള്ളത്? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രപഞ്ചത്തിൽ ആശ്രയിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി തന്നെയാണ് നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നത്. അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പം നിങ്ങളുടെ പ്രവൃത്തി അവരെ സ്ട്രോങ് ആക്കുന്നുണ്ട്. തീരുമാനമെടുക്കാനായിട്ട് അവരിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടെ 10 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. അവർ ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. ഹെവി ബേർഡൻസ് ഉണ്ട്, ഒരുപാട് ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള അവസരം തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഹോപ്പ് എന്നാണ് പറയുന്നത്. അവരുടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഫ്യൂച്ചറിൽ നിങ്ങളുമൊത്തുള്ള നല്ലൊരു ജീവിതം അവർ പദ്ധതി ഇടുന്നുണ്ട്. അവരുടെ പ്ലാനിങ്ങിനെയാണ് കാർഡ്സ് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ പ്രയോറിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യമൊക്കെ മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂ തരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വാക്കിനും പ്രവൃത്തിക്കും നിങ്ങൾക്ക് തന്നെ ഒരുപാട് വാല്യൂ അവർ കാണുന്നുണ്ട്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് അങ്ങനൊരു കാര്യം എത്തിച്ചിട്ടുള്ളതാണ്. കാരണം യഥാർത്ഥ സ്നേഹം ആരിൽ നിന്നാണ് മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ തിരിച്ചുവരവ് കാണിക്കുന്നത്, തിരിച്ചുവരവിന് ഒരുങ്ങുന്നത്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെ തന്നെയാണ് അവരുടെ തിരിച്ചുവരവിനെ, ഹോപ്പിനെയാണ് കാർഡ്സ് പറയുന്നത്. അതുതന്നെയാണ് ഫുൾ കാർഡ് പറയുന്നത്. ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുന്നു. സ്വാതന്ത്ര്യം, ഫ്രീഡമാണ് ഫുൾ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങളിലേക്ക് തരാനായിട്ട് അവർ ഒരുങ്ങിയിരിക്കുന്നു. അഡ്വഞ്ചറായിട്ട് തന്നെയാണ്, സാഹസികമായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ പുതിയ തുടക്കമുണ്ടാകുന്നത്. എവേക്കനിങ് എന്നാണ് പറയുന്നത്. ഈ ബന്ധം എവിടെയും എന്തായി പോകില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. തുടക്കമായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നു. തിരിച്ചറിവുകളാണ് ഇവിടെ ഒരു തുടക്കത്തിന് കാരണം. ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിന് അവരത്ര മൂല്യം കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് ഒരുങ്ങുന്നു. സ്വാതന്ത്ര്യമാണ്. അതുതന്നെയാണ് ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾ കാർഡ് പറയുന്നത്. അവരുടെ ലൈഫിൽ ബാലൻസ് തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഇന്ന് അവർക്കൊപ്പം നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. പ്രയോറിറ്റി നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങളിലേക്ക് തരാനായിട്ട്, ഒരു ബാലൻസ് തരാനായിട്ട്, ഒരു സ്റ്റെബിലിറ്റി തരാനായിട്ട് അവർ പോവാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള
ആ ഒരു കാർഡ് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് 8 of Wands. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങൾ സാധ്യമായി എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർ എടുക്കുന്ന തീരുമാനം അത് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവരുടെ വലുതും ചെറുതുമായ ആഗ്രഹങ്ങൾ 8 എണ്ണം ഉണ്ട്. അതിൽ നിങ്ങളും അവരുടെ ലൈഫിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത്. അപ്കമിങ് പോസിറ്റീവ് എന്നാണ് കാർഡ് പറയുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു. അതിനാണ് നിങ്ങൾ താങ്ക് യു പറയേണ്ടത്. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. മുന്നോട്ട് തന്നെയെന്നാണ് കാർഡ്സ് പറയുന്നത്. സക്സസ് എന്നാണ് പറയുന്നത്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയാണ്, കമ്പൈൻ ചെയ്തിട്ടുള്ള എനർജിയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.